കർത്താവിൻ്റെ പുണ്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമാകുന്ന ഒരു പ്രഭാതത്തിൽ നമുക്ക് ഉണർന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ആയിരങ്ങൾ പ്രഭാതത്തിൽ ഉണരാതെ ലോകം വിട്ട് കടന്നുപോയപ്പോൾ ദൈവം നമ്മളെ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടെയാണ് പരിപാലിച്ചത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ആയതുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ പ്രഭാതത്തിൽ ദൈവവചനം ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിന് ആധാരമാക്കി ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സ്വർഗത്തിൽ നിന്ന് ന്യായവിധികൾ വീഴുന്നു. അതിനാധാരമാക്കി വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം: ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം നാം നോക്കുമ്പോൾ ഇവിടെ കാഹളത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 7ന്റെ പ്രത്യേകത നമുക്കറിയാം. 7ന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ 7ന്റെ പ്രത്യേകത അനവധിയായിട്ട് കാണുന്നതായ ഒരു ഭാഗമാണ്. 7 അതൊരു ശബദിനെ കാണിക്കുന്നു. 7-ാം ദിവസം ഒരു ശബദിനെ കാണിക്കുന്നു. ഇവിടെ 7 കാഹളമുണ്ട്, 7 ഇടിമുഴക്കം കാണിക്കുന്നു, 7 നിലവിളക്കുകൾ കാണിക്കുന്നു. ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 7ന്റെ പ്രത്യേകത വളരെയധികം ബൈബിളിൽ പ്രത്യേകതയുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. 7 നിലവിളക്കുകളെ, 7 നക്ഷത്രങ്ങളെ, 7 ആത്മാക്കൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ, 7 മൂർത്തി, അതുപോലെ തന്നെ 7 ഭാഗ്യവാന്മാർ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആ 7ന്റെ പ്രത്യേകത നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. സ്വർഗത്തിൽ നിന്നും ഒരു വലിയ ന്യായവിധി നമുക്കറിയാം. ധൂപപീഠത്തിൽ നിന്നും ധൂപകലശത്തിൽ തീ നിറച്ച് ഭൂമിയിലേക്ക് എറിയുന്നത് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്ത് പറഞ്ഞത്? വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ന്യായവിധിയുടെ സൂചനയാണ് അവിടെ കാണുന്നത്. കാരണം ആ ന്യായവിധി ഈ ഭൂമിയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഭൂമിയിൽ ന്യായവിധി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഭൂമിയിലേക്ക് എറിയുന്നതായ ആ ഭൂമിയിലേക്ക് എറിയുന്ന ധൂപകലശം നമുക്കറിയാം. ധൂപം അത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഭൂമിയിലേക്ക് തീ എറിയുന്നത് ബൈബിളിൽ അനേക ഇടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ന്യായവിധി അത് സൂചിപ്പിക്കുന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ സോദോം ഗോമോറയെ പറ്റി പറയുന്നു. ആ സോദോം ഗോമോറയെ നശിപ്പിക്കുന്നത് തീയാണ്. നമുക്കറിയാം ആ ന്യായവിധി എപ്രകാരമാണ് ഭൂമിയിൽ വരുന്നത്. മനുഷ്യൻ ദൈവത്തെ വിട്ട് വഷളത്വത്തിലേക്കും പാപത്തിലേക്കും തിരിയുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി അവിടെ ഉണ്ടാകും. അന്ന് ആ ന്യായവിധി അവിടെ ഉണ്ടാകുമ്പോൾ അനേക ജനങ്ങൾ തീക്കിരയായി മാറുവാനിടയായി തീർന്നു. ഇന്നും അവിടെ ഒരു വിജനമായിരിക്കുന്ന ഒരു സ്ഥലമായി മാറുന്നതായ ഒരു അനുഭവമാണ്. അവിടെ ഒരു മനുഷ്യന് ചെല്ലുവാനോ അവിടെ പാർക്കുവാനോ കഴിയാത്ത, കാരണം ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങിയ സ്ഥലമാണ് സോദോം ഗോമോറ. നമുക്കറിയാം, ലോത്തിന്റെ കുടുംബം ആ സോദോം ഗോമോറയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോഴാണ് ലോത്തിന്റെ ഭാര്യയായിരിക്കുന്ന ആ സ്ത്രീ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ, ദൈവം പറഞ്ഞ വാക്ക് കേൾക്കാതെ അവർ തിരിഞ്ഞ് ഒന്ന് നോക്കിയത് കൊണ്ട് അവർ ഉപ്പുതൂണായി പോകുവാനിടയായി തീർന്നു. അപ്പോൾ ഇന്നും അതിൻ്റെ മേലൊരു പക്ഷി പോലും പറക്കുവാൻ കഴിയാത്തൊരു അന്തരീക്ഷമാണ് ആ ദേശത്തിന്. അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ധൂപകലത്തിൽ തീ നിറച്ചുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് എറിഞ്ഞു. ഇന്ന് ഓരോ മുദ്രകളും പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇന്ന് ഭൂമിയിൽ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സോദോം ഗോമോറയുടെ അനുഭവം ഇനിയും ഒരിക്കലുണ്ടാകും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ. നോഹയുടെ കാലത്ത് അപ്രകാരം സംഭവിച്ചുവെങ്കിൽ, സോദോം ഗോമോറയിൽ അപ്രകാരം സംഭവിച്ചുവെങ്കിൽ, ഇനി ഒരു വലിയ ന്യായവിധി ദൈവത്തിന് സ്തോത്രം അതുകൊണ്ടുണ്ടാകുവാൻ ഇടയായി തീരും.
ഇവിടെ കാഹളം, ദൈവത്തിന് സ്തോത്രം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ ഇവിടെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നു, ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവർക്ക് 7 കാഹളം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത്രമാത്രം കാഹളമൂതി, അത്രമാത്രം ധൂപകലശം കാട്ടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന അനേക വിശുദ്ധന്മാരെ നമുക്ക് ദൈവസന്നിധിയിലും ദൈവവചനത്തിലും കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടൊന്ന് നമ്മൾ മനസ്സിലാക്കണം, ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഈ ലോകത്തിലെ ദുഷ്ടന്മാർ നശിക്കുവാൻ അന്ത്യമായി തീരുമാനം ദൈവം എടുക്കുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ തീ തന്നെ അന്ത്യ നാളിൽ ദൈവം ഭൂമിയിലേക്ക് ഇറക്കും. അത് ദുഷ്ടന്മാരെ നശിപ്പിച്ചു കളയുവാനാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് രണ്ടാമതൊരു മരണം സംഭവിക്കുകയില്ല എന്നിവിടെ പറയുന്നു. നമ്മളെല്ലാവരും ഒന്നാമത്തെ പുനരുത്ഥാനത്തിങ്കൽ പുനരുത്ഥാനത്തിങ്കൽ പങ്കുള്ളവരായി തീരണം. അതിൻ്റെ ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ ഉദാഹരണമാണ് 7 കാഹളം. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 46 വായിക്കുമ്പോൾ അതിന്റെ വ്യക്തമായ തെളിവുകൾ അവിടെ കാണാം. ഈ ലോകത്തിലെ ദുഷ്ടന്മാരെ നശിപ്പിക്കുവാൻ അന്തിമമായ തീരുമാനം ദൈവം എടുക്കുവാൻ സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ധൂപകലശങ്ങൾ ദൈവത്തിന് സ്തോത്രം തീ നിറച്ചുകൊണ്ട് ഭൂമിയിലേക്ക് എറിയുവാൻ ദൈവത്തിന് സ്തോത്രം സമയം ഇനി അധികമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായ പ്രിയ മക്കൾക്ക് എനിക്ക് പറയുവാനുള്ളത്, പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ ഒരു വലിയ ന്യായവിധിയിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിപ്പാനിടയായി തീരും. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുൻപോട്ട് നീങ്ങാം. ദൈവത്തിൻ്റെതായ വരവിങ്കിൽ നാം എല്ലാവരും കർത്താവിനോടുകൂടെ എടുക്കപ്പെടുവാൻ ദൈവം നമ്മളെ ഏവരെയും അവിടുന്ന് ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല വിശുദ്ധ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. ഏഴകളായിരിക്കുന്ന ഞങ്ങൾക്ക് അല്പമായി ദൈവവചനം ചിന്തിക്കുവാനും പഠിക്കുവാനും സഹായിച്ചല്ലോ. ദൈവമേ, നിന്റെ ന്യായവിധിയിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞ് ദൈവത്തിന്റെ രാജ്യത്തിൽ അവകാശികളായി തീരുവാൻ എൻ്റെ സ്വർഗത്തിൽ ദൈവം സഹായിക്കണം. വചനം കേട്ട എല്ലാവരെയും സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാവർക്കും ഒരു പ്രഭാത വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.